അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രധാന കുറച്ച് ചോദ്യോത്തരങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അഖ്ലാഖിലെ പാദവാർഷിക പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങൾ. ആദ്യത്തേത്, സൽ സ്വഭാവം എന്നാൽ എന്ത്? ഉത്തരം, പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികാവസ്ഥക്കാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത്. 2, ആളുകളെ വിലയിരുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം, ഓരോരുത്തരുടെയും സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അടുത്തത്, നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. എന്തിന്? സൽസ്വഭാവികളായി തീരാൻ വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഇനി അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ. പാഠഭാഗത്തിൽ 3 പറയുന്നുണ്ട്. ഇവിടെ ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ, മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക. അതുപോലെ മറ്റു 2 ഉണ്ട്. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യുക. തിന്മ ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക, എന്നാൽ നന്മ തിന്മയെ മായ്ച്ചു കളയും. ഇനി അടുത്തത്, അല്ലാഹുമ്മ ഹസ്സൻത ഡാഷ് ഖുലുഖി, അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. 2, ഖാലിഖിൻ നാസ ഡാഷ്, ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ, മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക. അടുത്തത്, ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞു? ഉത്തരം, അൻ തഅബുദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക, ചിലപ്പോൾ അർത്ഥം ചോദിക്കും. ഇനി അടുത്തത്, നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെയായിരിക്കണം? നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം. ചോദ്യം, അമലുകൾ കൊണ്ട് ഉദ്ദേശിക്കണം എന്ത്? അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം. അടുത്ത ചോദ്യം, ഒരു അമൽ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയുള്ളതാവരുത്? ഉത്തരം, മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസക്കോ വേണ്ടി ആവരുത്. അടുത്ത ചോദ്യം, എന്താണ് ലോകമാന്യം? ഉത്തരം, മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസക്കോ വേണ്ടി ചെയ്യുന്ന ഇബാദത്ത്. അടുത്തത്, ആരോഗ്യത്തിന് വേണ്ടി നോമ്പ് എടുക്കുന്നതോ എന്ന മകൻ്റെ ചോദ്യത്തിനു ഉപ്പ എന്തു മറുപടി പറഞ്ഞു? ഉത്തരം, ഒരു അമൽ കൊണ്ടും ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്, അതും ഇഖ്ലാസിന് കോട്ടം വരുത്തും. അടുത്തത്, അമലുകൾ കൊണ്ട് ഉദ്ദേശിക്കണം എന്ത്? അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം. അടുത്ത ചോദ്യം, നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെ ഉള്ളതായിരിക്കണം? ഉത്തരം, നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം. അടുത്ത ചോദ്യം, ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞു? അൻ തഅബുദല്ലാഹ
കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അർത്ഥം പഠിക്കൽ നിർബന്ധമാണ്. ഇനി അടുത്തത്, ഇഖ്ലാസ് എന്നാൽ എന്ത്? ഉത്തരം, അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. 2, അള്ളാഹു സ്വീകരിക്കാത്ത അമൽ ഏത്? അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിക്കാത്ത ഇബാദത്ത്. ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ: 1, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക. 2, പ്രശംസയ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുക. ഇത് രണ്ടും ഇഖ്ലാസിന് ഭംഗം വരുത്തും. അടുത്തത്, നീ അള്ളാഹുവിനെ കാണും പോലെ അവന് ഇബാദത്ത് ചെയ്യുക. അവനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അതിന് യോജിച്ച ഹദീസ് എഴുതി കൊടുക്കുക. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അടുത്ത ചോദ്യം, നിഷ്കളങ്കരായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതിന് യോജിച്ച ഖുർആൻ ആയത്ത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇനി അടുത്ത ചോദ്യം, മനസ്സിനുണ്ടാകുന്ന അസുഖം ഏവ? ഉത്തരം, അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുശ്ചിന്ത, ലോകമാന്യം, പൊങ്ങച്ചം. അടുത്ത ചോദ്യം, മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ത്? ഉത്തരം, മറ്റു അവയവങ്ങൾ. അടുത്ത ചോദ്യം, ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് എന്തെല്ലാം? ഏതൊക്കെയാണ്? ഇൽമ് പഠിക്കുക, നല്ലവരുക, ആരാധനാകർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഇനി അടുത്ത ചോദ്യം, നമുക്ക് വിജയിക്കാൻ കഴിയും എങ്ങനെ? ഖൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ചിലപ്പോൾ അത് പൂരിപ്പിക്കാൻ തരും. ഇനി അടുത്തത്, ഇവിടെയാണ് തഖ്വ. അതിൻ്റെ അറബി അത്തഖ്വ ഹാഹുന. തഖ്വ ഇവിടെയാണ്. ഇനി യോജിച്ച ആയത്ത് എഴുതുക. നിശ്ചയം ഖൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷം കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അടുത്ത ചോദ്യം, തസ്കിയത്തുൽ ഖുലൂബി എന്നാൽ എന്ത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തസ്കിയത്തുൽ ഖുലൂബി എന്നാൽ എന്ത്? ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. അടുത്തത്, മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുന്നത് ആര്? ഉത്തരം, മനസ്സ്. അടുത്ത ചോദ്യം, ഖൽബിനെ സംബന്ധിച്ചു നബി തങ്ങൾ എന്തു പറഞ്ഞു? ഉത്തരം, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അറിയുക, അതാണ് ഖൽബ്. അടുത്തത് പൂരിപ്പിക്കാം. ഖദ് അഫ്ലഹ ഡാഷ് ദസ്സാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഇനി അർത്ഥം എഴുതുക.
ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. നിശ്ചയം ഖൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷം കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു. ഇനി അടുത്ത ചോദ്യം, നരകത്തിൽ കൂടുതൽ സ്ത്രീകളായത് കാരണം എഴുതാം. സ്ത്രീകൾ ശാപം അധികരിപ്പിക്കുന്നവർ ആയതുകൊണ്ട്. ഇനി അടുത്ത ചോദ്യം, നാവിൻ്റെ ദോഷങ്ങൾ. ദോഷങ്ങൾ മുഴുവനായും പഠിച്ചു വെക്കുക. 1. പരദൂഷണം, പരിഹസിക്കൽ, ശപിക്കൽ, ഏഷണി, കളവ് പറയൽ. ചിലപ്പോൾ ഈ 2 ഉദാഹരണമായിരിക്കും ചോദിക്കുക. ഇനി അടുത്തത് അർത്ഥം എഴുതുക. മൻ യളമൻ ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജിലൈഹി അളുമൻ ലഹുൽ ജന്നത. അർത്ഥം, 2 കാലുകൾക്കിടയിലും 2 താടിയെല്ലുകൾക്കിടയിലുമുള്ള വസ്തുക്കളെ തൊട്ട് ആരെങ്കിലും എന്നോട് ജാമ്യം നിന്നാൽ ഞാൻ അവനോട് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നു.